अरे पापा जी सुनिए, कुछ दिन पहले बॉम्बे में एक इंटरेस्टिंग इंसिडेंट हुआ। अरे सच्ची बात बोल रहे हो। I was staying in my hotel। तब अपना आदमी आया, the gay who stopped me all the way। Then अरे फिर क्या हुआ? That girl came, such a beautiful girl। മോളെ ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടാവും, കുറച്ചും എടുത്തു. Then this woman also came. So I asked her, how much? And you know what that lady told me? 1,50,000 sovereign gold. 1,50,000 sovereign gold. And that too she will give me. What is it? And she thought that I'm a groom who has come to see her daughter. Yeah. പോലീസുകാർ മണ്ടന്മാരായതുകൊണ്ട് നിങ്ങൾ രണ്ടാളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിക്കാം. ഒരു സംശയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. താങ്കളും ഈ ലേഡിയും തമ്മിലുള്ള ബന്ധമെന്താ? അച്ഛനാണോ, ചേട്ടനാണോ, അമ്മാവനാണോ, അതോ ഭർത്താവാണോ? അതുപോട്ടെ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയൊക്കെ സാധാരണ ബസ് കയറ്റിവിടുന്ന താങ്കളാണ്. ഓണം വെക്കേഷന് നാട്ടിൽ പോകുന്ന ടീച്ചേഴ്സിനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകലാണോ സാറിന്റെ ജോലി? പറയടാ സാർ, ദയവേത് ഞങ്ങളെ വിശ്വസിക്കണം. വിശ്വസിക്കാമടാ. കുറ്റം ചെയ്തവൻ പറയുന്നതല്ല അപ്പടി വിശ്വസിക്കാനാണല്ലോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അർദ്ധരാത്രി ഒരു പെൺകുട്ടി മുറി കയറി വരിക, അവളെ രക്ഷിക്കാൻ വേണ്ടി കാറിക്കറ്റ് കൊണ്ടുപോവുക. എത്രയോ സിനിമകളിൽ ഇത്തരം രംഗങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, പാതിരാത്രി നീ ഇവളും കൂടി മുറിയിൽ എന്ത് ചെയ്യുകയായിരുന്നു? സാർ, ഞാനെല്ലാം വിശദമായി പറഞ്ഞില്ലേ? നീ പറയുന്നതെല്ലാം അപ്പടി വിശ്വസിക്കാൻ ഞാനാരാ, നിന്റെ തന്തയോ? മ്യൂസിക് ടീച്ചർ അല്ലേടി? അവിടെ എത്ര പേരെ മുറിയിലിരുത്ത് നീ മ്യൂസിക് പഠിപ്പിച്ചു? 5,000 രൂപ മുറിവാടകയുള്ള റിസോർട്ടിലാണ് നിന്റെ മ്യൂസിക് ക്ലാസ്. എത്രയാടി നിന്റെ കച്ചേരിക്ക് റേറ്റ്? ഇടിച്ചു നിന്റെ. ആൾത്തിരക്കില്ലാത്ത ഹോട്ടൽ രണ്ടാളും കൂടി മുറിയെടുത്തു കസ്റ്റമേഴ്സിന് വലവീശാൻ. അതിനിടയിലാണ് പാപ്പച്ചൻ സാറിന്റെ മകളുമായി പരിചയപ്പെടുന്നത്. ആ പെണ്ണിനെ കൂടി സംഘത്തിൽ ചേർക്കാമെന്ന് തീരുമാനിച്ചു. കെട്ടും പൊട്ടും തിരിയാത്ത അവളെ പറഞ്ഞു മയക്കി കാറി കയറ്റി കൊണ്ടുപോയി. പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അവളെ അടിച്ചു വീഴ്ത്തി. ഇതല്ലടി സത്യം? ഒന്നും രണ്ടുമല്ല, രണ്ടുപേരും മിനിമം 7 കൊല്ലം പൂജപ്പുര ജയിലിന്റെ അഴിയെണ്ണും. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് പാപ്പച്ചനറിയാം. പിന്നെ എന്തിനായാലും ഞങ്ങളെ ഈ കള്ളക്കേസ് കൊടുക്കുന്നു? ഈ കേസ് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലേ പാപ്പച്ചന് ഇതിൽ നിന്ന് ഊരാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ സംഭവത്തോടെ അയാളുടെ എല്ലാ കളികളും വെളിച്ചത്താവും. ജാമ്യം കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതിയാ മതി. ഇതുവരെ റീത്തയുടെ ബോധം തെളിയാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അവളാണല്ലോ സത്യം പറയേണ്ടത്. ബാബു എങ്ങോട്ടാ പോയത്? അയാൾ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്വന്തം തടിയൂരാൻ അയാൾ പാപ്പച്ചനെ ചെന്ന് കണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്ക് നോക്കാം. നിങ്ങളുടെയും നിർമ്മല ടീച്ചറുടെയും നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടണമെന്നല്ലേ ഉള്ളൂ. പക്ഷേ നിർമ്മല ടീച്ചറുടെ കാര്യത്തിൽ വേറൊരു ഡെവലപ്മെന്റ് ഉണ്ടായതായി ഞാൻ കേട്ടു. അവർ മറ്റൊരു വക്കീലിനെ ഏർപ്പാടാക്കിയത്രേ. കോമൺ ആയ ഒരു അഡ്വക്കേറ്റ് ഉള്ളപ്പോ അവരെന്തിനു സ്വന്തമായി കേസ് വാദിക്കണം? അവരിപ്പോ എവിടെയുണ്ട്? ജാമ്യം കിട്ടിയ അന്ന് അമ്മാവനും മറ്റും വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോയല്ലോ. അവരെ ചെന്ന് കണ്ട് കാര്യം തിരിക്കാലോ. ഞാൻ ആ വീട്ടിൽ എങ്ങനെ പോകും സർ? അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. സംഭവിച്ചതൊക്കെ അവർ കോടതി പറഞ്ഞോട്ടെ. ഞങ്ങളൊരു കുറ്റവും ചെയ്തു.